എല്ലാവർക്കും നമസ്കാരം. പൂക്കുളത്തല അഗ്രി ഫാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മൾ സത്യമംഗലം വന്നിരിക്കുകയാണ്. ആദ്യം ലോഡ് എടുക്കാൻ വേണ്ടി വാഴയിൽ തന്നെ. ഈ പ്രാവശ്യം കുറച്ച് വിത്തൊക്കെ കൂടുതലാണ്. 7,000 വിത്തും കണ്ടുണ്ട് നമുക്ക് ഈ തവണ എടുക്കാൻ വേണ്ടി. അപ്പൊ നമുക്ക് ഈ തവണത്തെ ഓരോ കാഴ്ചകളെല്ലാം നമുക്ക് കാണാം, സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഞാനിപ്പോൾ കാറ്റടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് വണ്ടിക്ക്. കാരണം ലോഡെല്ലാം കയറ്റുന്നതിന് മുമ്പേ കാറ്റെല്ലാം വണ്ടിയിൽ അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല. അതുകൊണ്ട് കാറ്റടിച്ചിട്ട് ഇനി പോകും. ഗൈസ്, ഞാനപ്പം ലോഡ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. വണ്ടിക്ക് കാറ്റെല്ലാം അടിച്ചിട്ട് നമ്മളിപ്പം ലോഡ് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മള് റോബസ്റ്റ് അല്ല നമ്മള് ആദ്യം നേരത്തെ പോലെ റോബസ്റ്റ് ആണ് നമ്മൾ ആദ്യം വണ്ടിയിലേക്ക് കയറ്റുന്നത്. റോബസ്റ്റ് ഒരു 300 അല്ല 400. നമ്മള് ആദ്യം നമ്മള് വണ്ടിയിലേക്ക് കയറ്റുന്നത് ഇതാണ്, റോബസ്റ്റ് ആണ്. ഇപ്പൊ നമ്മള് പോകുന്ന റോഡ് പുതിയ ടാർ ചെയ്ത റോഡാണ്. ഇപ്പൊ ടാർ ചെയ്ത റോഡാണിത്. ഇവിടുത്തെ റോഡെല്ലാം ഞാൻ മുന്നേ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിലെ റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ്. വണ്ടികൾ പോവാത്ത റോഡാണെങ്കിൽ പോലും ആ റോഡുകളൊക്കെ അടിപൊളിയായിരിക്കും. ചിലപ്പോഴൊക്കെ ഒരു വണ്ടി നമ്മൾ ഈ റോഡിലെ പോകുന്നത് കാണില്ല. ഇപ്പൊ ഞാൻ വരുന്നതൊക്കെ സമയത്ത്, ലോഡ് എടുക്കാൻ വരുന്ന സമയത്ത് എന്റെ വണ്ടി മാത്രമായിരിക്കും ചിലപ്പം ഈ റോഡിൽ കൂടെ പോകുന്നത്. അപ്പൊ അത്ര നല്ല റോഡാണ് ഇവിടെ തമിഴ്നാട്ടിലെ. നമ്മളിപ്പോ നമ്മുടെ ആദ്യത്തെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കയറ്റുന്നത് ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്ഥലം. അവര് ബാക്കിൽ നിന്ന് സാധനങ്ങൾ കയറ്റുന്നുണ്ട് വണ്ടിയിലേക്ക് കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം നമ്മൾ കയറ്റുന്നത് റോബസ്റ്റയാണ്. ഇവിടെ അങ്ങനെ കാണിക്കാൻ വാഴ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കാണിക്കാനൊന്നുമില്ല. ഞാൻ എന്നാലും കാണിച്ചു തരാം ഇവിടുത്തെ കാഴ്ചകളെല്ലാം. വണ്ടി വെച്ചിരിക്കുന്ന തന്നെ കുറച്ച് ടാസ്ക് ആയിട്ടാണ്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ തന്നെ കുറച്ച് പാടുപെട്ടായിരുന്നു. കാരണം അതിൻ്റെ ടയർ തന്നെ ഏകദേശം നമ്മൾ അത്ര ഹൈറ്റിൽ നിന്ന് ഇറങ്ങുന്നതുകൊണ്ട് എനിക്കൊരു ബാലൻസ് കിട്ടില്ല താഴേക്ക് ഇറങ്ങുമ്പോൾ. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് വെള്ളത്തിലേക്ക് പോയാൽ ഞാൻ പിന്നെ ബാലൻസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ വെള്ളത്തിലേക്ക് പോകുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് ടാസ്ക് ഉണ്ടായിരുന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി. പിന്നെ ഇത് ഇപ്പുറത്തെ ഇതിലേക്ക് ചെറിയ വെള്ളമെല്ലാം പോകുന്നുണ്ട്. അവിടെ കുറച്ച് തെങ്ങുണ്ട്, പിന്നെ കുറച്ച് വാഴ തന്നെ സെയിം പണിക്കാരെല്ലാം സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇനി അടുത്ത സ്ഥലത്തെത്തിയിട്ട് അവിടുത്തെ നമുക്ക് കാഴ്ചകളെല്ലാം കാണാം. റോബസ്റ്റ് കയറ്റി അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെയാണിത് ഇപ്പൊ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് കൃഷിക്ക് ആവശ്യമായുള്ള വെള്ളമാണ് ഇവർ ഈ ഇതിലേ പോകുന്നത്. ഇതിൽ നിന്നൊക്കെയാണ് ഇവർ വെള്ളം എടുക്കുന്നത് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള. ഗൈസ്, അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് വാഴവിത്ത് കയറ്റാൻ വേണ്ടി. ഇവിടെ നമുക്ക് കയറ്റാനുള്ളത് നേന്ത്രനാണ്. നേന്ത്രൻ എത്ര എണ്ണമാണെന്ന് എനിക്കറിയില്ല. കയറ്റി കഴിഞ്ഞ് എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. കാരണം നേന്ത്രൻ തന്നെ പല സ്ഥലത്തും നമുക്ക് കയറ്റാനുണ്ടാവും. ഒരു 3000 വിത്തോളം നേന്ത്രൻ മാത്രം നമുക്ക് വണ്ടിയിലേക്ക് കയറ്റാനുണ്ട് ഈ തവണ. അപ്പം ഓരോ തവണ എത്രയൊക്കെ കയറ്റുന്നതെന്ന് എല്ലാം കയറ്റി കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ ലോഡ് കയറ്റുന്ന സ്ഥലത്തുനിന്ന് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കുന്നതാണ്. കരിമ്പുണ്ട് ഇപ്പുറം, പിന്നെ ഇപ്പുറത്ത് വാഴ പിന്നെ എവിടെ നോക്കിയാലും വാഴയെ കാണുള്ളൂ. ഇപ്പുറത്ത് കരിമ്പ്. പണിക്കാരവിടെ നിൽക്കുന്നുണ്ട് സാധനങ്ങൾ കയറ്റാൻ വേണ്ടി. അണ്ണൻ വഴിയൊരുക്കി നമ്മുടെ മുന്നിലേ പോകുന്നുണ്ട് അണ്ണൻ. നമുക്ക് ഇവിടെയുള്ള വേറെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി തിരിക്കലാണ്. ഈ വണ്ടി തിരിക്കുന്നത് ഇവരുടെ വിചാരം ഇത് കാറാണ്. കാറ് പോകുന്ന സ്ഥലത്തൂടെയും അത് അല്ലെങ്കിൽ കാറ് തിരിക്കാൻ പറ്റുന്ന ഏരിയന്നൊക്കെ ഇവന്മാരെന്നോട് ഈ ലോറി തിരിക്കാൻ പറയും. അപ്പൊ ഇങ്ങനെ പെരുത്ത് കേറും. ഈ ലോറി തിരിക്കുന്ന ഇമ്മറുടെ വിചാരം ഭയങ്കര നിസ്സാരമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇമ്മറുടെ വിചാരം. കാരണം ആ ചെറിയ സ്ഥലത്തുനിന്ന് എന്നാ തിരിക്കാൻ പറയാ. ഇതിപ്പോ എന്നോട് തിരിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞൊരു ടാസ്കാണ്, എനിക്ക് തന്നൊരു ടാസ്കാണ് ഇത്. ആ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇതിൽ കിട്ടുമായിരിക്കുന്നു വിചാരിക്കുന്നു. ഇത് വലിയൊരു ടാസ്ക് ഇല്ലാണ്ട് കിട്ടി. ഒരു തവണയെല്ലാം ഇത് തിരിച്ച് എനിക്ക് തന്നെ ഭ്രാന്തായി പോയി. നമുക്ക് ഈ ഇലകളൊക്കെ, ഈ വാഴ ഇലയൊക്കെ ഇങ്ങനെ നിന്ന് ഈ ഗ്ലാസ്സിലേക്ക് വന്നിരിക്കുമ്പം ചിലതൊന്നും കാണൂല നമുക്ക്. അങ്ങനെയും ചില കുഴപ്പങ്ങളൊക്കെ വരാറുണ്ട്. ഇതിലെ വണ്ടി ഓടിക്കാന്ന് പറയുന്നത് തന്നെ ഒരു ടാസ്ക്കാണ്. പിന്നെ എവിടെയും മുട്ടിയിട്ടൊന്നുമില്ല ഇന്നവരെ. ചില നേരങ്ങളിൽ ഇവര് ഒരു 500 മീറ്ററോളം ഞാൻ ഇങ്ങനെയുള്ള റോഡിലെല്ലാം റിവേഴ്സ് പോയിട്ടുണ്ട്. ഈ 2 വാഴത്തോട്ടത്തിന്റെ നടുക്കൂടെ വാഴയിലെല്ലാം തൂങ്ങിയിട്ട് നമുക്കാണെങ്കിൽ റോഡും കാണൂല. അങ്ങനത്തെ ഓരോ കഷ്ടപ്പാടുകളൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് ഇതില് ലോഡ് എടുക്കാൻ വരുമ്പോ. ഒരു തവണ വണ്ടി താന്നിട്ടുണ്ട്. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ കണ്ട ഒരു സീനറിയാണ് ഇത്. എടുക്കാൻ വേണ്ടി ഞാൻ വണ്ടിയുടെ ക്യാബിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഇത് എടുക്കുന്നത്. ഇത് കണ്ടപ്പം ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ വണ്ടിയെല്ലാം തിരിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നിയന്ത്രണം കയറ്റാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. നിയന്ത്രണം കയറ്റാനായോ ഇല്ലയോ എന്ന് കയറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. അകത്ത് കയറ്റുന്നുണ്ട് ഇപ്പം ഇവര്. ഇവിടെ ഇത്രയാണ് നമുക്ക് കയറ്റാനുള്ളത്. ഇവിടുത്തെ ഈ ഇത്രയും കയറ്റി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക്. ഇവിടെ അങ്ങനെ കാണിക്കാനൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നുമില്ല. അപ്പം നമ്മൾ അടുത്ത സ്ഥലം എത്തിയിട്ട് നമുക്ക് അവിടെ നിന്ന് കാണാം. ഇപ്പം നമ്മൾ ഞാലിപ്പൂവൻ കയറ്റാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ഞാലിപ്പൂവൻ ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് സ്ഥലമുണ്ട്. ഇതിപ്പോൾ അടുപ്പിച്ചടുപ്പിച്ചാണ് ഞാലിപ്പൂവൻ കയറ്റേണ്ടത്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഞാലിപ്പൂവൻ. ഇപ്പം ഇവര് ഇത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇതാ ആ സൈഡിൽ ഇതാ ഈ കുറച്ച് ഇല ആ തെങ്ങിനോട് ചേർന്ന് കുറച്ച് വാഴയില ഇട്ട് കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തുണ്ട്. ഇങ്ങനെ 2 സ്ഥലമുണ്ട് ഇപ്പം നിലവിൽ ഇപ്പം ഇവിടെ കയറ്റാൻ വേണ്ടി. ഇവിടെയൊക്കെ ധാരാളം കവുങ്ങ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. അപ്പം നമ്മുടെ ലോഡ് കയറ്റി കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പം നമ്മുടെ ലോഡ് കയറ്റുന്നത് അവസാന ഘട്ടങ്ങളിലേക്ക് ആയിട്ടുണ്ട്. ഇപ്പം ഓൾമോസ്റ്റ് ഒരു 3/4 ഭാഗം കയറിയിട്ടുണ്ട് ലോഡ്. ഞാൻ കാണിച്ചു തരാം ഇപ്പം എത്രത്തോളം കയറിയിട്ടുണ്ടെന്ന്. ഇപ്പം സമയം ഇപ്പം 6:05. ഇതുവരെയായിട്ടും നമ്മുടെ ലോഡ് കയറി കഴിഞ്ഞിട്ടില്ല. ഇനി ഈ ഇരിക്കുന്ന ഒരു ഇത്രയും വിത്തും പിന്നെ ഒരു 200 പൂവനും കൂടെ കയറ്റാനുണ്ട്. മൈസൂർ പൂവനും കൂടെ കയറ്റി കഴിഞ്ഞാൽ പായിട്ട് കെട്ടുക, അത്രയേ ഉള്ളൂ. ഇനി മൊത്തം ലോഡ് കയറി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് റോഡ് സൈഡും കൂടി ആയതുകൊണ്ട് വണ്ടിയും നല്ലോണം പോകുന്നുണ്ട്. ഇത് വണ്ടിയിൽ ടാർപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇവര് സാധനം കയറ്റിക്കൊണ്ടിരുന്നവര്. അപ്പം ടാർപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നാട്ടിലേക്ക് വണ്ടി തിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.